Yo, Malayalis, welcome back. I forget. Yes. Hello, bye. അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ ഇവിടെ ആയിരുന്നു കേട്ടോ, കാഠ്മണ്ഡുവിൽ. അപ്പോൾ ഇതൊരു ഹോസ്റ്റലാണ്. അപ്പോൾ ഇവിടെ ആയിരുന്നു നിന്നതിൻ്റെ. അപ്പോൾ ഇന്ന് ഇവിടുന്ന് തെറിക്കുകയാണ്. അപ്പോൾ ഇന്ന് അങ്ങനെ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നുമില്ല. രണ്ടാളെ കാണാണ്ട്, അത് കണ്ടു കഴിഞ്ഞിട്ട് അങ്ങനെ പോകണം, അതാണ് പ്ലാന്. ഓക്കെ, നമുക്ക് പോയേ പറ്റൂ. ഇവിടെ അധികം നിന്നാൽ ഭയങ്കര എക്സ്പെൻസ് കേട്ടോ, ഫുഡിനും ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ 700 രൂപ ഒക്കെ ചാർജ് ആക്കണം, നാട്ടിലത്തെ 300. അപ്പോൾ ഇവർ ഓമലി ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ശരിക്കും ട്രാപ്പിലാക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട്, ഒരു പുറത്തുനിന്ന് കഴിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഈ ലൊക്കേഷൻ കൂടിയാണ് പോകുന്നുണ്ട് കേട്ടോ. അത് ആ സൈഡിൽ, ഈ ഒരു സൈഡ് ഒരു മലൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ മരങ്ങളൊക്കെ വേറെ പ്രത്യേകത ഉണ്ട്, നമ്മളെ നാട്ടിൽ കാണാൻ പറ്റാത്ത കുറേ കളറിലുള്ള മരങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കണ്ടോ, ഒരു പ്രത്യേക പിങ്ക് കളറിലുള്ള ഒരു ഫ്ലവറാണ്. അതിങ്ങനെ ലോങ്ങിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക രസമുണ്ട്. പിന്നെ നല്ല തണുപ്പ് ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു സാധാരണ ഒരു വില്ലേജാണ്. മുകളിൽ 3-4 സെക്ഷനാണ് ഇവിടെ ഉള്ളത്. ഒന്നെങ്കിൽ ഹില്ല്, ഒന്നെങ്കിൽ താഴ്ച, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള സ്ഥലം. അതെ, ഇടയിലുള്ള സ്ഥലം അതൊക്കെ കണ്ടില്ലേ, നല്ല കാഴ്ചകളാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, എനിക്ക് അധികം തിരിക്കാൻ പറ്റില്ല ക്യാമറ, കാരണം ഈ വളഞ്ഞും തിരിഞ്ഞുള്ള റോഡായതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേപ്പാൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു മാറ്റമൊന്നും കാണാൻ കഴിയില്ല. ഇന്ത്യ, അതായത് നേപ്പാൾ എന്ന് പറയുമ്പോൾ തന്നെ, കാരണം ഇവിടുത്തെ ഏകദേശം നമ്മൾ ഇന്ത്യനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട രാജ്യമാണ് ഈ നേപ്പാൾ. അതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങളും നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് ഇവിടെ അതിൻ്റെ പാക്കിങ് മാറ്റി അതിൻ്റെ പ്രൈസ് മാറ്റിയിട്ടാണ് വെക്കുന്നുണ്ട്. പിന്നെ ഹോട്ടലുകളൊക്കെ, അത് ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഇവർ റൂമിന് പൈസ കുറക്കും, എന്നിട്ട് ഫുഡിന് നല്ല കയറ്റി കൊടുക്കും. അതായത് 400 രൂപയ്ക്ക് ഒരു ലഞ്ചിന്, അതായത് 150 സംതിങ് ഒക്കെ ഉള്ളൂ. പക്ഷേ അത് കൂടുതലാണ്, കാരണം അതിന് മാത്രമുള്ള ഫുഡൊന്നും അവർ തരണമൊന്നുമില്ല. ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴേ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. അത് നോക്കി മുന്നിൽ ഫുള്ള് മലകളൊക്കെ ഇടിച്ച് കൊഴിച്ചുണ്ടാക്കുന്നുണ്ട്. നല്ല പാറ തന്നെ, അത് പൊടിച്ചുണ്ടാക്കുകയാണ്. അതുപോലെ റോഡ് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ബമ്പി റോഡാണ് കേട്ടോ, അങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. പക്ഷെ നല്ല കാഴ്ചകളാണ് മൊത്തത്തിൽ. ഞാൻ പിന്നെ അധികം സ്റ്റോപ്പ് ചെയ്യാത്ത എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ആദ്യം കുറേ ഡിസ്റ്റൻസ് പോവാണ്ട്, ഇനി 7 മണിക്കൂറോളം പോവാണ്ട് കേട്ടോ. ഇത് കണ്ടില്ല റോഡിൻ്റെ ഭംഗി, റോഡിൻ്റെ ഭംഗിയല്ല, റോഡ് പോകുന്ന സ്ഥലത്തിൻ്റെ ഭംഗിയാണ് യഥാർത്ഥത്തിലുള്ളത്. പക്ഷെ ഭയങ്കര ഡേഞ്ചർ റോഡാണ് അതിനോ. ഇപ്പുറത്ത് കണ്ടില്ലേ, ഷോ ഇവിടെ നല്ല ശ്രദ്ധിക്കണം. കാരണം എന്താണ്, ഓരോ വളവിലും ഓരോ വണ്ടികളിങ്ങനെ അടിച്ച് കയറി വരികയാണ്. അപ്പോൾ കണ്ണ് എപ്പോഴും മുന്നിൽ തന്നെ വേണം. നമ്മൾ അങ്ങോട്ടെങ്കിലും തിരിഞ്ഞ് ശ്രദ്ധ പോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ താഴെ കെടുക്കും, അല്ലെങ്കിൽ മറ്റുള്ള വണ്ടിക്ക് ഇടിക്കും. പിന്നെ വേറെ ഇവിടെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലാണ് പ്രശ്നം വരിക. നമുക്ക് ഈ വണ്ടി ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ തിരിച്ചെത്തിക്കണം. പിന്നെ അതേപോലെ ഇൻഷുറൻസ് ഒന്നും പ്രോപ്പറായിട്ട് കിട്ടണമെന്നൊന്നുമില്ല. ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത്.
ഇപ്പം ഞാൻ കുറേ നേരം ഈ റൂട്ട് കൂടി തന്നെ പോകണം, അതായത് താഴ്വാരത്ത് കൂടിയാണ് പോകേണ്ടത്. പക്ഷേ രണ്ട് സൈഡിലും മലകൾ കണ്ടില്ലേ, അതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ അരുവി ഒഴുകി വരുന്നുണ്ട്. നല്ല കിടുക്കാച്ചി സ്ഥലം എന്ന് പറയാം. നമ്മൾ ഇന്ത്യയിലും ഇതേപോലെ ഉണ്ട് കേട്ടോ, ഒരുപാട്. അരുണാചൽ പ്രദേശ്, അതേപോലെ എന്താണ് ഷിംല, ആ റൂട്ടൊക്കെ പോവുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഇങ്ങനത്തെ ലൊക്കേഷന്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. കണ്ടില്ലേ, ഒരു സൈഡിൽ ഫുള്ളും എന്താണ് റിവറാണ്. ആ റിവറിൻ്റെ അപ്പുറത്ത് മലകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് വെച്ചാൽ ഇത് ലൈവല്ലല്ലോ, കാണുന്നുണ്ടെന്ന് വിചാരിക്കണേ. അപ്പോൾ അത് കണ്ടില്ല, ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് കുറേ നേരം ഇതേ റൂട്ടിൽ കൂടി തന്നെ പോകുന്നുണ്ട് കേട്ടോ. ആളുകളൊക്കെ ഇങ്ങനെ ഇറങ്ങി കുളിക്കണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പുറത്ത്. ഇത് കണ്ടോ, അടിപൊളി ലൊക്കേഷനാട്ടോ. ഇതിൻ്റെ അടിഭാഗത്തൊരു തൂക്കുപാലമൊക്കെ ഉണ്ട്. ഈ നേപ്പാളിലെ ഏറ്റവും കൂടുതൽ കാണേണ്ടത് നമുക്ക് തൂക്കുപാലങ്ങളാണ്, ഇങ്ങനെ സൈഡിൽ അപ്പുറത്തെ ഈ റിവർ ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള. ആ മൊയിലും കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഹെൽമറ്റും മൊയിലിൻ്റെ അതേപോലെ ഉണ്ട്. ഞാൻ കണ്ടിരുന്നു അങ്ങനത്തെ കുറേ, അതേപോലെ ഈ ഹെൽമറ്റുമ്പോൾ കുറേ ചെവികളൊക്കെ വെച്ചേക്കാണ്ട്. പക്കാരോ താഴ്വാരത്ത് കൂടിയാണ് പോകുന്നുണ്ട്. രണ്ട് സൈഡിലും മലകൾ, അതുപോലെ ചെറിയ ചെറിയ വീടുകൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ചൈനീസ് ടൈപ്പിലുള്ള വീടുകളൊക്കെ ഉണ്ട്. കണ്ടോ? ഓ, ഇത് പൊളിയാണ് കേട്ടോ. ഒരു മലൻ്റെ ചോട് കൂടിയാണ് ഇങ്ങനെ പോകുന്നുണ്ട്. റോഡ് അത്ര വലിയ കണ്ടീഷൻ ഒന്നല്ല, എന്നാലും പോകാൻ പറ്റുന്ന റോഡാണ്. ഇത് കണ്ടില്ലേ, ആകെ വെള്ളം ഒലിക്കേണ്ട അയ്യോ, എവിടുന്നാണ്? ആ നദിയിൽ നിന്നുള്ള വെള്ളമാണ്. ആ വീലൊക്കെ ഒന്നുണ്ട് നനഞ്ഞു. ഇതുവരെ ആകെ ഡ്രൈ ആയി കിടക്കുകയല്ലോ. അയ്യോ, റോഡ് മോശമായല്ലോ. കാരണം ടയർ ഏകദേശമൊക്കെ തീരുമാനമായി തുടങ്ങിയിരിക്കണം കേട്ടോ. ഞാൻ മാറ്റണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ ആ സൈസിലുള്ള സാധനം കുറേ ഒന്ന് സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഉള്ള വെച്ചിട്ടുണ്ട് പോയോ കേട്ടോ, കിട്ടേണ്ടോടത്തോളം. ഇനിയിപ്പോൾ പഞ്ചർ ആവുകയാണെന്നുണ്ടെങ്കിലും ഞാൻ പഞ്ചർ അടിച്ചിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള പരിപാടിയാണ്. അങ്ങനെ പോകേണ്ട വഴിക്ക് ഒരു പാലം കിട്ടിയിട്ടോ. ഫൈനലി ഞാൻ കുറേ ദിവസമായി നല്ലൊരു ബ്രിഡ്ജ് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ? ഓ, എന്താണ്, ഒന്നും പറയില്ല. തൂക്കുപാലം എന്ന് പറയുന്നത് ഫുള്ള് വേറെ ഒന്നുമില്ല കേട്ടോ, ഇരുമ്പ് കൊണ്ട് വലിച്ചു കെട്ടി. സാധാരണ അതിനെക്കാട്ടിയും കുറച്ചും കൂടെ പവറുണ്ട്. ഓ, അടിപൊളിയിട്ടോ. അവിടെ നോക്ക്, ഒരു ഫോട്ടോ എടുത്തട്ടെ. അടിപൊളി. ആ, ഇത് അപ്പുറത്തെ വില്ലേജിലേക്കുള്ള കണക്ഷനാണ് കേട്ടോ. എന്ത് രസമാണ്, പേടിയാവുന്നുണ്ട്. ഓ, ഇതിൻ്റെ അടി കൂടി ആ നദി കറക്റ്റായിട്ട് ഒഴുകി പോകുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് വെള്ളം കുറവാണ്. വെള്ളം കണ്ടില്ല, ആ വില്ലേജിൻ്റെ കൃഷി സ്ഥലങ്ങളൊക്കെ ഒരു പ്രത്യേക ഭംഗിയിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പുറത്ത് കണ്ട ആളുകൾ ഇങ്ങനെ മതിലുണ്ടാക്കുന്നുണ്ട്, അപ്പുറത്തേക്കുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടേക്കണം. നദി ഓവർഫ്ലോ ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ആക്കാൻ. ഇപ്പോൾ ഒന്നും വണ്ടി പോവാന്നാണ് തോന്നുന്നത്. ഒരാൾ വരുന്നുണ്ട്, പക്ഷെ നമ്മളെ വണ്ടിയായിട്ടും പോകാൻ പറ്റൂല, ബുദ്ധിമുട്ടാവും, കുടുങ്ങി പോകാനാണ് സാധ്യത. ഓഹോ, ഓഹോ, ഇപ്പോഴാണ് അതിൻ്റെ ഭംഗി കറക്റ്റ് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ആ ഭാഗത്ത് ഫുള്ളും ആ, ഒരു ബൈക്കേരും വരുന്നുണ്ട്.
സൈഡ് കൊടുക്കാം. വേണ്ട ബൈക്ക് കയറിന് പോയി. അപ്പോൾ ഈ ഭാഗത്തുള്ളവർക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു പാലാണ് കേട്ടോ. അടിപൊളിയാണ്. അയ്യോ എൻ്റെ ബൈക്ക് അയാൾക്ക് ബുദ്ധിമുട്ടാകുമെന്നാവും. പിന്നെ ബുദ്ധമതക്കാരെ ഫുള്ള് പ്രാർത്ഥനകൾ ഇതിന്മേൽ കെട്ടിവെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അയാൾക്ക് പോകാൻ പറ്റൂല. പോവാലോ. അപ്പോൾ അടിപൊളി, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ലൊക്കേഷനൊക്കെ. ഇപ്പം ഇത്തിരി ഉയരത്തിലാണ് കേട്ടോ റോഡ്. നമുക്കിങ്ങനെ ഒരു കുന്നിൻ്റെ മേലെ കൂടി സൈഡ് ചെത്തിപ്പോയ അതേപോലെ ഉണ്ട് റോഡ്. ചുരങ്ങളൊക്കെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ കാണാൻ കഴിയും വണ്ടി ഏതാ വരണമെന്നുള്ളത്. കാരണം അങ്ങനെ തന്നെ പോകുന്നുണ്ട്. പൊളി മോനെ. അപ്പുറത്ത് കൂടി ഏതാ റോഡ് പുതിയത് ഉണ്ടാക്കി വരണ കണ്ടോ. അത് കണ്ടില്ല, ഞാൻ പോണ്ട റൂട്ട് ഇങ്ങനെ വളഞ്ഞ് അവിടെ എത്തണം കേട്ടോ. എന്നാലും കൈയൊന്നും ഇല്ലല്ലോ, എന്നാലും കിടക്കുന്നുണ്ട്. 6-7 മണിക്കൂർ യാത്ര ഇനിയും കിടക്കുന്നുണ്ട്. അപ്പം ഒന്ന് വൈകുന്നേരം വരെ റൺ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ പിന്നെയും റൺ ചെയ്യുക. അതാണ് പരിപാടി, അല്ലാതെ നടക്കൂലേ. കാരണം ഈ വളഞ്ഞും തിരിഞ്ഞുള്ള റോഡുകളാകുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിൻ ഇതാണ്, നമുക്ക് സമയം ഒരുപാട് വേണം. പിന്നെ ഒരു ലിമിറ്റഡ് സ്പീഡിലേ പോകാൻ കഴിയുള്ളൂ. വണ്ടികൾ നല്ല അടിച്ച് മിന്നി വരുന്നുണ്ടാവും. നമ്മൾ അടിപൊളി ചുരം കയറാൻ പോവാണ് കേട്ടോ. വയനാട് ലെവലൊന്നും എത്തൂല, പക്ഷെ അടിപൊളിയാണ്. നേപ്പാളിലെ പിൻ റോഡാണിത്. നേപ്പാളിൽ ഫുള്ള് പിൻ റോഡാണ്, പക്ഷെ അത് പിൻ റോഡിനായിട്ടുള്ള ഇതാണ്. 220 മീറ്റർ സ്ലോപ്പാണ് വരുന്നുണ്ട്. ആണെങ്കിൽ പെട്രോൾ കഴിഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ ഒരു റിസർവിൽ ഇനി കുറച്ചേ ഉണ്ടാവുള്ളൂ. ഞാൻ അടിക്കാന്ന് വെച്ചേക്കാണ്ട് നീണ്ടങ്ങനെ പോയി. ചിലപ്പോൾ കുടുങ്ങാൻ സാധ്യത ഉണ്ടാവും. കാരണം എന്നാലൊരു 15 കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. അതുതന്നെയാണ് ഏറ്റവും വലിയ സമാധാനം. അത്രയെങ്കിലും എത്തിക്കിട്ടിയാൽ മതിയായിരുന്നു. ചുരം അടിപൊളിയായിട്ടാ, നല്ല റോഡാണ്. ഇതുവരെ ഉണ്ടായിൻ്റെ റോഡോ കാര്യങ്ങളല്ല. ഇവിടുന്ന് മൊത്തമായിട്ട് കാഴ്ച കാണാൻ കഴിയും കേട്ടോ. നമ്മൾ പോകേണ്ട ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് ആ മേലെ കൂടിയാണ് പോകേണ്ടത്. വീഡിയോ ആണ് കാണുമ്പോൾ തന്നെ. ഇതുണ്ടില്ലേ മൊത്തം ചുരങ്ങളും. അടിപൊളിയായിട്ടുണ്ട്. ലൊക്കേഷൻ പൂർണ്ണ സെറ്റാണ് കേട്ടോ. ഇത് നോക്കി സ്ഥലം ഒന്ന്. ഈ സിറ്റി മൊത്തമായിട്ട് ഇവിടെ കാണാൻ കഴിയും കേട്ടോ. ആകെ സിറ്റി എന്ന് പറയാൻ കുറച്ചേ ഉള്ളൂ. അത് കണ്ടില്ലേ, അതിൻ്റെ ഇടയിൽ കൂടി ആ നദി ഒഴുകി പോകുന്നുണ്ട്. അപ്പുറത്ത് വലിയൊരു തൂക്കുപാലമുണ്ട് അപ്പുറത്തേക്ക് കണക്ട് ചെയ്യാൻ. നല്ല അടിപൊളി ചുരമാണ് കേട്ടോ.
അപ്പോൾ നമുക്ക് പോവാം. ഇന്നത്തെ കാഴ്ചകളെ ഇവിടെ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നേരെ ഇന്ത്യക്ക് കടക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും കടക്കാൻ കഴിയൂല. അപ്പോൾ അടുത്ത 2 ദിവസം കൊണ്ട് കടക്കാൻ കഴിയുമെന്ന് വിചാരിക്കണം. Please subscribe, whatever.